ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ചപ്പോക്കിൽ വീണ്ടും കാലിടറി ചെന്നൈ സൂപ്പർ കിങ്സ്. IPL 18-ാം സീസണിലെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അതിനിർണായകമായിരുന്ന പോരാട്ടത്തിൽ ചപ്പോക്ക് സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുൻപിൽ വീണ്ടും പരാജയം ഏറ്റുവാങ്ങി ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 8 പന്തുകൾ ശേഷിക്കായിരുന്നു SRHന്റെ തകർപ്പൻ വിജയം. ആദ്യം ബാറ്റ് CSK പതിവ് പോലെ ബാറ്റിങ്ങിൽ വീണ്ടും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. 19.5 ഓവറിൽ 154 റൺസിന് CSK ഓൾ ഔട്ടായിട്ടുണ്ടായിരുന്നു. 2019 ശേഷം ആദ്യമായിട്ടാണ് ചപ്പോക്കിൽ CSK ഓൾ ഔട്ടാകുന്നത്. മറുപടി ബാറ്റിങ്ങിൽ 18.4 ഓവറിൽ അനായാസം SRH വിജയലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സോ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അതിനിർണായകമായിരുന്ന പോരാട്ടത്തിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ആദ്യം പറ്റുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിച്ച ഡെവാൾഡ് ബ്രൂയിസ്, CSKയുടെ ജേഴ്സിയിൽ ആദ്യ IPL മത്സരം കളിച്ച ഡെവാൾഡ് ബ്രൂയിസ് സൗത്ത് ആഫ്രിക്കൻ താരം നിരാശപ്പെടുത്തിയില്ല. വളരെ മികച്ച പ്രകടനം തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ജൂനിയർ IBD എന്ന് വിശേഷിപ്പിക്കുന്ന ഡെവാൾഡ് ബ്രൂയിസ് 25 പന്തിൽ നിന്ന് 42 റൺസ് എടുത്താണ് പുറത്തായത്. യുവതാരം ആയുഷ് മാത്രേ 30-ഉം ദീപക് ഹൂഡ 22 റൺസും നേടിയപ്പോൾ മറ്റു ബാറ്റർമാർക്ക് കാര്യമായിട്ടുള്ള സംഭാവനകൾ CSKയ്ക്ക് വേണ്ടി നടത്താൻ സാധിച്ചില്ല. SRHന് വേണ്ടി ഹർഷൽ പട്ടേൽ 4-ഉം പാറ്റ് കമിൻസ്, ജയ്ദേവ് ഉനദ്കട്ട് എന്നിവർ 2 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഇഷാൻ കിഷൻ്റെ തകർപ്പൻ പ്രകടനമാണ് SRHന് വിജയം ഒരുക്കിയത്. 34 പന്തുകൾ നേടിയ താരം 44 റൺസ് എടുത്താണ് പുറത്തായത്. കമിൻദു മെൻഡി 32-ഉം നിതീഷ് കുമാർ റെഡ്ഡി 19 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. നൂർ അഹമ്മദ് 2-ഉം അൻഷുൽ കംബോജ്, ഖലീൽ അഹമ്മദ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. സോ പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ അതിനിർണായകമായിരുന്നൊരു പോരാട്ടം തന്നെ, അല്ലെങ്കിൽ പ്ലേ ഓഫ് റേസിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിക്കാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത് നിർണായകമായിരുന്ന പോരാട്ടം തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച്. ഇനി അവശേഷിക്കുന്ന 5 മത്സരങ്ങളിൽ വിജയിച്ചാൽ പോലും ഒരുപക്ഷെ CSKയ്ക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിച്ചേക്കില്ല. സോ അങ്ങനെ ഒരു അൺഒഫീഷ്യലി CSK പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. നേരത്തെ രാജസ്ഥാൻ റോയൽസും കഴിഞ്ഞ മത്സരത്തിൽ RCB തോറ്റതിൽ കൂടി അവരുടെയും പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിൽ വിജയിച്ചതോടു കൂടി സൺറൈസേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളെല്ലാം അതിനിർണായകം തന്നെയാണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചാൽ ഒരുപക്ഷെ അവർക്ക് പ്ലേ ഓഫ് റേസിൽ കടന്നുകൂടാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.